ഹലോ എവ്രി വൺ, ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മളിന്ന് നമ്മുടെ തേർഡ് സെം സ്റ്റാർട്ട് ചെയ്യാണ്. നമ്മുടെ സബ്ജക്റ്റ് എന്താണ്? ഡാറ്റ സ്ട്രക്ചർ. ഡാറ്റ സ്ട്രക്ചർ യൂസിങ് സി. അപ്പോൾ എന്താണ് ഡാറ്റ സ്ട്രക്ചർ എന്ന് പറയുന്നതിന് മുന്നേ എന്താണ് ഒരു ഡാറ്റ? വാട്ട് ഈസ് എ ഡാറ്റ? ഡാറ്റ റെഫേഴ്സ് ടു വാല്യൂസ് ഓർ സെറ്റ് ഓഫ് വാല്യൂസ്. Data is defined as facts or figures or information that is stored in or used by a computer. ഡാറ്റ എന്ന് പറയുന്നത് എന്തിനാണ് പറയുന്നത്? ഒരു വാല്യൂ അല്ലെങ്കിൽ ഒരു സെറ്റ് ഓഫ് വാല്യൂസിനെയാണ് നമ്മൾ ഡാറ്റ എന്ന് പറയുന്നത്. ഡാറ്റ എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ്സ് സിംപ്ലി ദി കളക്ഷൻ ഓഫ് ഡിഫറെൻറ്റ് ഓർ സെയിം ഫാക്ട്സ് ആൻഡ് ഫിഗേഴ്സ്. എക്സാമ്പിൾ ഇപ്പോൾ പറയുകയാണെങ്കിൽ മാർക്സ് ഒബ്റ്റെയിൻഡ് ബൈ ദി സ്റ്റുഡൻറ്റ്. ഡാറ്റ എന്ന് പറയുന്നത് ഒരു ഇൻഫർമേഷനാണ്. അതൊരു വാല്യൂവിനെയാണ് അല്ലെങ്കിൽ കുറച്ച് ഒരു സെറ്റ് ഓഫ് വാല്യൂസ്. പിന്നെ അടുത്തത് എന്താണ് ഒരു ഡാറ്റ ടൈപ്പ്? A data type is an attribute of data which tells the compiler or interpreter how the programmer intends to use the data. എന്താണ് ഡാറ്റ ടൈപ്പ്? നമ്മുടെ കമ്പൈലറോടോ അല്ലെങ്കിൽ ഇൻ്റർപ്രിറ്ററോടോ പറയും എങ്ങനെയാണ് ആ ഡാറ്റ, യൂസർ എൻ്റർ ചെയ്യാൻ പോകുന്ന ഡാറ്റ എങ്ങനെയാണ് പ്രോഗ്രാമർ യൂസ് ചെയ്യുന്നതെന്ന്, ആ ഡാറ്റ എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് കമ്പൈലറോടോ ഇൻ്റർപ്രിറ്ററോടോ പറയാനാണ് ഈ ഡാറ്റ ടൈപ്പ് ഉപയോഗിക്കുന്നത്. അത് ഏത് തരത്തിലാണ് നമ്മൾ ആ ഡാറ്റ സ്റ്റോർ ചെയ്യാൻ പോകുന്നത്? ഇൻറ്റീജർ ടൈപ്പാണോ, ഫ്ലോട്ടിംഗ് പോയിൻ്റ് ആയിട്ടാണോ, ബൂളിയൻ ആയിട്ടാണോ, അല്ലെങ്കിൽ ക്യാരക്ടേഴ്സ് ആയിട്ടാണോ എന്നുള്ളത്. A data type is a classification identifying one among the various types of data such as floating point, integer, char, or boolean. This determines the possible values for that type, the operations that can be done on values of that type, and the way values of that type can be stored is known as data type. എങ്ങനെയാണ് ഡാറ്റ സ്റ്റോർ ചെയ്യുന്നതെന്നാണ് ഡാറ്റ ടൈപ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ഏത് ടൈപ്പ് ഓഫ് ഡാറ്റയാണ് നമ്മൾ ഇപ്പോൾ എൻ്റർ ചെയ്യാൻ പോകുന്ന ഡാറ്റ സ്റ്റോർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അത് ഇൻറ്റീജർ ടൈപ്പ് ആവാം, ഫ്ലോട്ടിംഗ് പോയിൻ്റ് ആവാം, ക്യാരക്ടർ ആവാം, ബൂളിയനും ആവാം. അടുത്തത് പ്രിമിറ്റീവ് ഡാറ്റ ടൈപ്പ്. Primitive data types are a set of basic data types from which all the other data types are constructed. These data types are native to the language. This data type is supported by machine directly. അപ്പോൾ പ്രിമിറ്റീവ് ഡാറ്റ ടൈപ്പ് എന്ന് പറയുന്നത് എന്താണ്? ദീസ് ആർ ബേസിക് ഡാറ്റ ടൈപ്സ് ദാറ്റ് ആർ പ്രൊവൈഡഡ് ബൈ ദി പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് വിത്ത് ബിൽഡിംഗ് സപ്പോർട്ട്. അത് ബിൽഡിൻ ആയിട്ട് പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ ഉള്ളതാണ്. ബേസിക് ഡാറ്റ ടൈപ്സ് ആണ് അത് പ്രിമിറ്റീവ് ഡാറ്റ ടൈപ്സ് എന്ന് പറയുന്നത്. പ്രിമിറ്റീവ് ഡാറ്റ ടൈപ്സ് ഡയറക്റ്റ്ലി മെഷീനിൽ സപ്പോർട്ടബിൾ ആണ്. അടുത്തത് എന്താണ് ഒരു വേരിയബിൾ? The most simple form of storage is called a variable. It is an area of memory that stores one item of data, such as a number or a character. A variable name in a computer source code is usually associated with a data storage location, and thus also it contents and there may change during the course of program execution. അപ്പോൾ എന്താണ് ഒരു വേരിയബിൾ എന്ന് പറയുന്നത്? വേരിയബിൾ മോസ്റ്റ് സിമ്പിൾ ഫോം ഓഫ് സ്റ്റോറേജ് ഇസ് കോൾഡ് വേരിയബിൾ. ആ യൂസറിന് കൊടുക്കുന്നതാണ്. യൂസറിന്
നമ്മൾ സ്റ്റോർ ചെയ്യാൻ വേണ്ടി അതായത് സിമ്പിളായിട്ട് സ്റ്റോറേജ് സിമ്പിൾ സ്റ്റോറേജ് ഫോമാണ് വേരിയബിൾ എന്ന് പറയുന്നത്. It is an area of memory that stores one item of data, such as number or a character. നമുക്ക് എങ്ങനെയാണോ സ്റ്റോർ ചെയ്യേണ്ടത് അത് നമുക്ക് ഓർത്ത് വെക്കാനും നമുക്ക് സിമ്പിളായിട്ട് സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന സിമ്പിൾ ഫോം ഓഫ് സ്റ്റോറേജ് ആണ് വേരിയബിൾ എന്ന് പറയുന്നത്. വേരിയബിൾ എന്ന് പറയുന്നത് എന്താണ്? ഇസ് എ സിമ്പിൾ നെയിം ഗിവൻ ടു സം നോൺ ഓർ അൺനോൺ ക്വാണ്ടിറ്റി or information for the purpose for allowing the name to be used independently of the information it represents or making the program easy to remember name of variable throughout the program. അല്ലേ? അടുത്തത് എന്താണ്? റെക്കോർഡ്. എന്താണ് റെക്കോർഡ്? Collection of data or data items those are related to each other is known as record. റെക്കോർഡ് എന്ന് പറയുന്ന ഒരു കളക്ഷൻസ് ഓഫ് ഡാറ്റ ആണ്. അല്ലെങ്കിലോ ഡാറ്റ ഐറ്റംസ് ദോസ് ആർ റിലേറ്റഡ് ടു ഈച്ച് അതർ. ഡാറ്റ ഐറ്റംസ് ദാറ്റ് ഈസ് റിലേറ്റഡ് ടു ഈച്ച് അതർ ഇസ് നോൺ ആസ് റെക്കോർഡ്. ഈ റെക്കോർഡിലെ എലമെൻസിന് നമ്മൾ എന്താണ് പറയുന്നത്? The elements of records are usually called field or members. ജസ്റ്റ് ഒരു നേരത്തെ പറയാൻ പോകുന്ന ചെറിയൊരു പോയിൻ്റാണ്. അതായത് records are distinguished from the array by the fact that their number of fields is typically fixed. Each field has a name and that each field may or may not have a different type. ഇപ്പോൾ റെക്കോർഡ് എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ, കളക്ഷൻ ഓഫ് ഡാറ്റയാണ്. അല്ലെങ്കിൽ എന്താണ്? ഡാറ്റ ഐറ്റംസ് ദോസ് ആർ റിലേറ്റഡ് ടു ഈച്ച് അതർ. റെക്കോർഡിൽ എന്താണ്? ഡാറ്റ ഐറ്റംസ് കളക്ഷൻ ഓഫ് ഡാറ്റ ദാറ്റ് ഈസ് റിലേറ്റഡ് ടു ഈച്ച് അതർ ഇസ് നോൺ ആസ് റെക്കോർഡ്. പിന്നെ റെക്കോർഡിലെ എലമെൻസിന് നമ്മൾ പറയുന്നത് ഫീൽഡ്സ് എന്നാണ് പറയുക, അല്ലെങ്കിൽ മെമ്പേഴ്സ്. അടുത്തത് പ്രോഗ്രാം. എന്താണ് ഒരു പ്രോഗ്രാം? A sequence of instructions that a computer can interpret and execute for a program. പ്രോഗ്രാം എന്ന് പറയുന്നത് എന്താണ്? ഇൻസ്ട്രക്ഷൻ. എന്താണ് അത് ചെയ്യേണ്ടതെന്ന് നമ്മൾ ഇൻസ്ട്രക്ഷൻ കൊടുക്കുന്നതാണ് പ്രോഗ്രാം. അല്ലേ? നമുക്ക് വേണ്ട പോലെ നമ്മൾ പ്രോഗ്രാം മോഡിഫൈ ചെയ്യുന്നു, നമുക്ക് വേണ്ട പോലെ നമ്മൾ ഔട്ട്പുട്ട് എടുക്കുന്നു. പ്രോഗ്രാം ലീഡ്സ് ടു ഗിവ് ദി ഔട്ട്പുട്ട് ഓഫ് ദി കോഡ് റിട്ടൺ ഇൻ ദി പ്രോഗ്രാം. ടു അച്ചീവ് ദി കറക്റ്റ് ഔട്ട്പുട്ട് ഓഫ് ദി പ്രോഗ്രാം മസ്റ്റ് ബി ഫ്രീ ഓഫ് എറേഴ്സ് ആൻഡ് വാർണിംഗ്. നമുക്ക് എങ്ങനെയാണ് ഔട്ട്പുട്ട് കിട്ടുന്നത്? നമ്മൾ കമ്പ്യൂട്ടറിൽ ചെയ്യുമ്പോൾ, ഇപ്പോൾ CN നമ്മൾ ചെയ്യുമ്പോൾ എന്താണ്? എററൊന്നും ഉണ്ടാവാൻ പാടില്ല. പ്രോഗ്രാമിൽ എറർ ഇല്ലെങ്കിൽ, വാർണിങ്സും എററും ഇല്ലെങ്കിൽ നമുക്ക് കറക്റ്റ് ഔട്ട്പുട്ട് കിട്ടുള്ളൂ. നമ്മൾ എന്തിനാണ് പ്രോഗ്രാം ചെയ്യുന്നത്? കറക്റ്റ് ഔട്ട്പുട്ട് കിട്ടാൻ വേണ്ടിയിട്ട് അല്ലേ? അപ്പോൾ കറക്റ്റ് ഔട്ട്പുട്ട് കിട്ടണമെങ്കിൽ പ്രോഗ്രാംസിൽ എററും ഉണ്ടാവാൻ പാടില്ല, വാർണിങ്സ് ഉണ്ടാവാൻ പാടില്ല. ഇപ്പോൾ CN ചെയ്യുമ്പോൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചിലപ്പോൾ നമുക്ക് വാർണിങ്സ് വരും, എറേഴ്സ് വരാറുണ്ട്. എന്നിട്ട് അത് നമ്മൾ നോക്കിയിട്ട് കറക്റ്റ് ചെയ്യും. അപ്പോഴല്ലേ നമുക്ക് ഔട്ട്പുട്ട് കിട്ടുന്നത്. അതാണ്. ഇനി അടുത്ത് നമ്മൾ ടോപ്പിക്കിലേക്ക് വരാണ്. ഇപ്പം നമ്മൾ ഡാറ്റ പറഞ്ഞു, ഡാറ്റ ടൈപ്പ് പറഞ്ഞു. ഇനി എന്താണ് ഒരു ഡാറ്റ സ്ട്രക്ചർ? A data structure is a particular way of organizing data in a computer so that it can be used effectively. ഡാറ്റ സ്ട്രക്ചർ എന്ന് പറയുന്ന ഒന്നുമില്ല, എന്താണ്? ഒരു പെർട്ടിക്കുലർ വേ ആണ്. വേ ഓഫ് എന്ത്? ഓർഗനൈസിങ് ഡാറ്റ. ഡാറ്റേനെ ഓർഗനൈസ് ചെയ്യാൻ ഉള്ളത് എവിടെ? കമ്പ്യൂട്ടറിൽ. എന്തുകൊണ്ടാണ്? അപ്പോൾ അത് മര്യാദയ്ക്ക് നമുക്ക് എഫക്റ്റീവായിട്ട് യൂസ് ചെയ്യാം, വലിയ ബുദ്ധിമുട്ടൊന്നുമില്ലാതെ. The data structure is a particular way of organizing data in a computer so that
it can be used effectively. Data structure can be defined as the group of data elements which provides an effective way of storing and organizing data in the computer so that it can be used effectively. Data structure രണ്ട് ഡിഫറെൻ്റ് ഡെഫിനിഷനാണ്. സംഭവം ഇത് ഒരേപോലെയാണ്, വേറെ ഒരു ഡെഫിനിഷനും കൂടി തന്നു എന്നുള്ളൂ. ഡാറ്റ സ്ട്രക്ചർ എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. ഡാറ്റ സ്ട്രക്ചർ എ പെർട്ടിക്കുലർ വേ ഓഫ് ഓർഗനൈസിങ് ഡാറ്റേനെ ഓർഗനൈസ് ചെയ്യുന്ന ഒരു വേ. എവിടെ? കമ്പ്യൂട്ടറിൽ. എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്? അപ്പോൾ ഡാറ്റ എഫക്റ്റീവായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത് കൊണ്ട്. ഇനി അടുത്തത് കാറ്റഗറീസ് ഓഫ് ഡാറ്റ സ്ട്രക്ചറാണ്. ഡാറ്റ സ്ട്രക്ചർ മെയിനായിട്ട് രണ്ട് രീതിയിലാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. പ്രിമിറ്റീവ് ഡാറ്റ സ്ട്രക്ചറും നോൺ പ്രിമിറ്റീവ് ഡാറ്റ സ്ട്രക്ചറും. ഈ പ്രിമിറ്റീവ് ഡാറ്റ സ്ട്രക്ചറിലാണ് ഇൻറ്റീജറും റിയലും ക്യാരക്ടറും ബൂളിയനും ഒക്കെ വരുന്നത്. ഈ നോൺ പ്രിമിറ്റീവ് ഡാറ്റ സ്ട്രക്ചേഴ്സിലാണ് അതിൽ മെയിനായിട്ട് രണ്ട് ക്ലാസിഫിക്കേഷൻ ഉണ്ട്. അതിലും സബ് ക്ലാസിഫിക്കേഷൻസ് വരുന്നുണ്ട്. നോൺ പ്രിമിറ്റീവ് ഡാറ്റ സ്ട്രക്ചർ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഒന്ന് ലീനിയർ ഡാറ്റ സ്ട്രക്ചറും പിന്നെ ഒന്ന് നോൺ ലീനിയർ ഡാറ്റ സ്ട്രക്ചറും. ലീനിയർ ഡാറ്റ സ്ട്രക്ചറിൽ വരുന്ന എക്സാമ്പിൾസ്, അതായത് ഏതൊക്കെയാണ് ലീനിയർ ഡാറ്റ സ്ട്രക്ചർ എന്ന് പറയുന്നത്? അറേ, ലിങ്ക്ഡ് ലിസ്റ്റ്, സ്റ്റാക്ക്, ക്യൂ. അടുത്ത നോൺ ലീനിയർ ഡാറ്റ സ്ട്രക്ചർ എന്ന് പറയുന്നത് ട്രീയും ഗ്രാഫ്സും ആണ്. ഇതിനൊക്കെ പറ്റിയിട്ട് നമ്മൾ പഠിക്കുന്നുണ്ട്. അറേനെ പറ്റിയിട്ടും ലിങ്ക്ഡ് ലിസ്റ്റിനെ പറ്റിയിട്ടും സ്റ്റാക്കിനെ പറ്റിയിട്ടും ക്യൂവിനെ പറ്റിയിട്ടും ഒക്കെ പഠിക്കുന്നുണ്ട്. അതിൽ എന്തൊക്കെയാണ് ഓപ്പറേഷൻസ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്, എന്തൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട് ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് വരുന്ന മൊഡ്യൂൾസിലുണ്ട്. അതേപോലെ തന്നെ നോൺ ലീനിയർ ഡാറ്റ സ്ട്രക്ചറായ ട്രീസും ഗ്രാഫ്സും ഇതേപോലെ തന്നെ എന്തൊക്കെ ഓപ്പറേഷൻസ് ആണ് ഒക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാനുണ്ട്. അപ്പോൾ ജസ്റ്റ് അറിഞ്ഞിരിക്കുക എന്താണ് നോൺ പ്രിമിറ്റീവ് ഡാറ്റ ടൈപ്പ്, പ്രിമിറ്റീവ് ഡാറ്റ ടൈപ്പ്, ക്ലാസിഫിക്കേഷൻസ് ഓഫ് ഡാറ്റ സ്ട്രക്ചർ എന്തൊക്കെയാണ് അതിൽ വരുന്നതെന്നുള്ളത്. അപ്പോൾ നമ്മൾ ഇതിലിപ്പോൾ കാര്യമായിട്ട് പഠിക്കുന്ന നോൺ പ്രിമിറ്റീവ് ഡാറ്റ സ്ട്രക്ചേഴ്സ് ആണ്. അതായത് അറേയും ലിങ്ക്ഡ് ലിസ്റ്റും സ്റ്റാക്കും ക്യൂവും ട്രീയും ഗ്രാഫ്സും ഒക്കെ ആയിട്ട്. അത് പ്രിമിറ്റീവ് ഡാറ്റ സ്ട്രക്ചർ നമ്മൾ പറഞ്ഞു അല്ലേ. എന്താണ് ഈ പ്രിമിറ്റീവ് ഡാറ്റ സ്ട്രക്ചർ? Primitive data structure is a kind of data structure that stores the data of only one type. ഒരു ടൈപ്പ് ഡാറ്റ മാത്രമേ സ്റ്റോർ ചെയ്യൂ ഡാറ്റ സ്ട്രക്ചറിൽ അല്ലേ. ഫോർ എക്സാമ്പിൾസ് ഓഫ് primitive data structure are integers, characters and float. ഇനി അടുത്ത എന്താണ് നോൺ പ്രിമിറ്റീവ് ഡാറ്റ സ്ട്രക്ചേഴ്സ്? എന്താണ്? A non-primitive data structure is a type of data structure that can store the data of more than one type. It is divided into two: linear data structure or non-linear data structure. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എന്താണ് ഡാറ്റ സ്ട്രക്ചർ തന്നെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ലീനിയർ ഡാറ്റ പ്രിമിറ്റീവ് ഡാറ്റ സ്ട്രക്ചറും നോൺ പ്രിമിറ്റീവ് ഡാറ്റ സ്ട്രക്ചറും. ഈ ലീനിയർ ഡാറ്റ സ്ട്രക്ചറിൽ നോൺ പ്രിമിറ്റീവ് ഡാറ്റ സ്ട്രക്ചറിൽ തന്നെ പിന്നെയും രണ്ട് ഡിവിഷൻ ഉണ്ട്: ലീനിയർ ഡാറ്റ സ്ട്രക്ചറും നോൺ ലീനിയർ ഡാറ്റ സ്ട്രക്ചറും. ലീനിയർ ഡാറ്റ സ്ട്രക്ചറിൽ വരുന്നതാണ് അറേ, ലിങ്ക്ഡ് ലിസ്റ്റ്, സ്റ്റാഗ്, ക്യൂ. നോൺ ലീനിയറിൽ വരുന്നതാണ് ട്രീയും ഗ്രാഫ്സും. അപ്പോൾ നോൺ പ്രിമിറ്റീവ് ഡാറ്റ സ്ട്രക്ചേഴ്സ് എന്ന് പറയുന്നത് എന്താണ്? നോൺ പ്രിമിറ്റീവ് ഡാറ്റ സ്ട്രക്ചർ ഇസ് എ ടൈപ്പ് ഓഫ് ഡാറ്റ സ്ട്രക്ചർ ദാറ്റ് ക്യാൻ സ്റ്റോർ ദി ഡാറ്റ ഓഫ് മോർ ദാൻ വൺ ടൈപ്പ്. ഒന്നിൽ കൂടുതൽ ഡാറ്റ ടൈപ്സിൽ നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റുന്നതിനാണ് നമ്മൾ നോൺ പ്രിമിറ്റീവ് ഡാറ്റ സ്ട്രക്ചേഴ്സ് എന്ന് പറയുന്നത്. അത് തന്നെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്: ലീനിയർ ഡാറ്റ സ്ട്രക്ചറും നോൺ ലീനിയർ ഡാറ്റ സ്ട്രക്ചറും. ലീനിയർ ഡാറ്റ സ്ട്രക്ചേഴ്സിൽ വരുന്നതാണ് അറേ, സ്റ്റാക്സ്, ക്യൂ, ലിങ്ക്ഡ് ലിസ്റ്റ്. നോൺ ലീനിയർ ഡാറ്റ സ്ട്രക്ചറിൽ വരുന്നതാണ് ട്രീയും ഗ്രാഫ്സും.
ഇനി അടുത്തത് നമ്മളിങ്ങനെ ഡാറ്റ ടൈപ്പും ഡാറ്റ സ്ട്രക്ചറും ഒക്കെ പറഞ്ഞു അല്ലേ. ഇനി ഇതിനെ പറ്റി എന്താണ് ഇതിൻ്റെ ഡിഫറൻസ് എന്താണ് നോക്കാം. Data type versus data structure. Data type is the kind or form of a variable which is being used throughout the program. It defines that the particular variable will assign the value of the given data type only. Data structure is a collection of different kinds of data. The entire data can be represented using an object and can be used throughout the entire program. എന്താണ് ഡാറ്റ ടൈപ്പ് എന്ന് പറയുന്നത്? ഇറ്റ്സ് എ കൈൻഡ് ഓഫ് എ ഫോം ഓഫ് വേരിയബിൾ ആണ് വിച്ച് ഇസ് ബീൻ യൂസ്ഡ് ത്രൂ ഔട്ട് ദി പ്രോഗ്രാം അല്ലേ. ഇറ്റ് ഡിഫൈൻസ് ദാറ്റ് ദി പെർട്ടിക്കുലർ വേരിയബിൾ വിൽ അസൈൻ ദി വാല്യൂസ് ഓഫ് ദി ഗിവൻ ഡാറ്റ ടൈപ്സ് ഓൺലി. നമ്മൾ എന്താണോ വേരിയബിളിൽ ഡാറ്റ ടൈപ്പായിട്ട് കൊടുത്തത് അത് തന്നെയാണ് ഇത് യൂസ് ചെയ്യുന്നത്. ഡാറ്റ സ്ട്രക്ചർ എന്ന് പറയുന്നത് കളക്ഷൻ ഓഫ് ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് ഡാറ്റ. That the entire data can be represented using an object and can be used throughout the entire program. അടുത്ത ഡിഫറൻസ്, സെക്കൻഡ് പോയിന്റ്, ഇംപ്ലിമെൻറ്റേഷൻ ത്രൂ ഡാറ്റ ടൈപ്സ് ഇസ് എ ഫോം ഓഫ് അബ്സ്ട്രാക്റ്റ് ഇംപ്ലിമെൻറ്റേഷൻ. Implementation through data structure is called a concrete implementation. അടുത്ത, data types can hold values and not data, so it is dataless. Data structure can hold different kinds and types of data without one single object. Values can directly be assigned to the data type variable. The data is assigned to the data structure object using some set of algorithms and operations like push, pop and so on. ഡാറ്റ ടൈപ്പിൽ എന്താണ്, വാല്യൂസ് നമുക്ക് ഡയറക്റ്റായിട്ട് സ്റ്റോർ ചെയ്യാൻ പറ്റും വേരിയബിൾസിലേക്ക് അല്ലേ. പക്ഷേ ഡാറ്റ സ്ട്രക്ചറിൽ അങ്ങനെയല്ല. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നുണ്ട് എന്തൊക്കെയാണ് ചെയ്യാൻ ഓപ്പറേഷൻസ്. കുറച്ച് അൽഗോറിതംസ് ഉണ്ട്, അതനുസരിച്ചിട്ട് നമ്മൾ ചെയ്യും. പ്രോഗ്രാംസ് എഴുതണം. ഒരു എലമെൻറ്റ് ഇൻസേർട്ട് ചെയ്യണമെങ്കിൽ ഒരു പ്രത്യേക ഫോം വേണം. പക്ഷേ എന്താണ്, ഡാറ്റ ടൈപ്പിൽ നമുക്ക് ജസ്റ്റ് ആ വേരിയബിളിലേക്ക് നമുക്ക് ഡാറ്റ അങ്ങോട്ട് സ്റ്റോർ ചെയ്താൽ മതി. പക്ഷേ ഡാറ്റ സ്ട്രക്ചറിൽ എങ്ങനെയാണ് ഡാറ്റ അസൈൻ ചെയ്യുന്നതെന്ന് അതിനെ കുറച്ച് ഒരു ഡാറ്റ ഇൻസേർട്ട് ചെയ്യണമെങ്കിലും ഡിലീറ്റ് ചെയ്യണമെങ്കിലും സെർച്ച് ചെയ്യണമെങ്കിലും ഒക്കെ കുറച്ച് നമുക്ക് algorithm set. Data is assigned to the data structure object using some set of algorithms and operations like push, pop and so on. അടുത്ത, ഡാറ്റ ടൈപ്പിൽ ടൈം കോംപ്ലക്സിറ്റി ഇല്ല, നോ പ്രോബ്ലം ഓഫ് ടൈം കോംപ്ലക്സിറ്റി. ഡാറ്റ സ്ട്രക്ചറിൽ ടൈം കോംപ്ലക്സിറ്റി കംസ് ഇൻ ടു പ്ലേ വെൻ വർക്കിംഗ് വിത്ത് ഡാറ്റ സ്ട്രക്ചർ. ഡാറ്റ സ്ട്രക്ചറിൽ ടൈം കോംപ്ലക്സിറ്റി ഉണ്ട്, പക്ഷേ ഡാറ്റ ടൈപ്പിൽ ടൈം കോംപ്ലക്സിറ്റി ഇല്ല. ഡാറ്റ ടൈപ്പിൻ്റെ എക്സാമ്പിൾസ് എന്തൊക്കെയാണ്? ഇൻറ്റ്, ഫ്ലോട്ട്, ഡബിൾ. ഡാറ്റ സ്ട്രക്ചറിൻ്റെ എക്സാമ്പിൾസ് എന്ന് പറയുന്നത് സ്റ്റാഗ്, ക്യൂ, ട്രീ. അപ്പോൾ ഇതുവരെയാണ് ഇന്നത്തെ ടോപ്പിക്ക്. എല്ലാവർക്കും എല്ലാം ക്ലിയറായി എന്ന് വിചാരിക്കുകയാണ്. ദ കാറ്റഗറീസ് ഓഫ് ഡാറ്റ സ്ട്രക്ചറാണ് നമ്മൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്യേണ്ടത്. ഇതിൽ നോൺ പ്രിമിറ്റീവ് ഡാറ്റ സ്ട്രക്ചറാണ് നമ്മൾ ത്രൂ ഔട്ട് ഈ സെമ്മിൽ പഠിക്കുന്നത്. ഓരോന്നും അറേയും ലിങ്ക്ഡ് ലിസ്റ്റും സ്റ്റാഗും ക്യൂവും ട്രീസും ഗ്രാഫ്സും ഒക്കെ നമുക്ക് ഓരോരോ മൊഡ്യൂളായിട്ട് ഓരോരോ ഓപ്പറേഷൻസും കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. താങ്ക് യു.